എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡോക്ടറൊക്കെ പറഞ്ഞ് എനിക്കൊക്കെ വേണ്ടി പ്രസംഗിക്കണം എന്നാണ് പറഞ്ഞു. എല്ലാവർക്കും കൂടി വേണ്ടി പ്രസംഗിക്കാനൊന്നും സമയമില്ല. ഇവിടെ കളിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കുറേ കുട്ടികളും അവരെ കളിപ്പിക്കാനും കൂടെ കളിക്കാനും നിൽക്കുന്ന അമ്മമാരും ടീച്ചർമാരും ഒക്കെ നിൽക്കുമ്പോൾ ഞാനൊരു വലിയ പ്രസംഗം നടത്തി നിങ്ങളെ ഇപ്പോൾ എന്തായാലും ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ കുട്ടികളും അമ്മമാരൊക്കെ ഒന്ന് ഇത്തിരി ക്ഷമിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ന് ഒരു വലിയ നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരപ്പറ്റ അങ്ങാടിയിൽ കാരപ്പറ്റയുടെ ഒരു ഐക്കണായ അല്ലെങ്കിൽ ഒരു കാരപ്പറ്റയുടെ ഒരു സൂചകമായ KMLP സ്കൂൾ എന്ന് പറയുന്ന നമ്മൾ നിൽക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ കുട്ടികളുടെ ഈ വർഷത്തെ സെൻഡ് ഓഫ് പരിപാടിയുടെ വെച്ചുള്ള കലാദിനമാണ് ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്നത്. ശരിക്കും ഒരു വിടവാങ്ങൽ എന്ന് വേണമെങ്കിൽ പറയുക. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 5ാം ക്ലാസ്സിലേക്ക് പോകുന്നു എന്നതോടുകൂടി 1ൽ നിന്ന് 2ലേക്കും 2ൽ നിന്ന് 3ലേക്കും ഒക്കെ പോകുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു ഭാവുകങ്ങളും ആശംസകളും ഒക്കെ നേരുകയാണ്. നമുക്കറിയാം, കാരപ്പറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവനാഡിയായ ഒരു ടൗണാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ജംഗ്ഷനാണ് ഈ കാരപ്പറ്റ അങ്ങാടിയിൽ. അതിന് മുമ്പ് നമ്മുടെ വേദിയിലുള്ള ആളുകൾ ടീച്ചർ പരിചയപ്പെടുത്തിയിരുന്നാലും പറയാണ്, ഈ യോഗത്തിൽ നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ഡോക്ടറാണ്. അതുപോലെ തന്നെ മഹേഷ് ഉണ്ട്, അതുപോലെ ബാബു ഉണ്ട്, ടീച്ചർമാരുണ്ട്. എല്ലാവരോടും എന്നൊക്കെ തുടങ്ങിപ്പോയെന്നുള്ളൂ. അപ്പോൾ ഈ കാരപ്പറ്റ അങ്ങാടിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചു കാലം 2003 ഈ ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു മുറിയിൽ ഒരു കാലിത്തീറ്റ കച്ചവടം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു കൗതുകം കൊണ്ടാവാം, ഒരുപക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണമ്പ്ര വാർത്തയുടെ ഒരു മാധ്യമപ്രവർത്തനം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തുടക്കമായതുകൊണ്ടാവാം നമ്മുടെ ഈ നാടിനെ കുറിച്ചും നമ്മുടെ ഈ സ്കൂളിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ അന്വേഷണം ഞാൻ നടത്തിയിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, ഈ സ്കൂള് കാരപ്പറ്റ അങ്ങാടിയിൽ അല്ലെങ്കിൽ കാരപ്പറ്റ മുക്കിൽ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന് ആർക്കെങ്കിലും ഇതിൽ പറയാൻ കഴിയും? ഇതിൽ പഠിച്ച ആളുകളാണ് ബഹുഭൂരിപക്ഷം പേരും. എത്ര വർഷമായി ഈ സ്കൂളിൽ നിന്നറിയാമോ? ഇല്ല. ഈ വർഷം നിലവിൽ 95 വർഷമാണ് ഇന്നിവിടെ പൂർത്തിയാക്കുന്നത്. എന്ന് വെച്ചാൽ 1931 ഈ കാരപ്പറ്റയിൽ ഈ സ്കൂൾ ഇവിടെ ആരംഭിച്ചത്. ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ 100 വർഷം പൂർത്തിയാവുന്ന ഒരു മുത്തശ്ശിയാണ് നമ്മൾ നിൽക്കുന്ന ഈ സ്കൂൾ എന്ന് പറയുന്നത്. എന്നാലോചിച്ച് നോക്കും, 100 വർഷം പ്രായമുള്ള 100 വർഷക്കാലമായി ഈ നാടിലെ എത്രയോ ആളുകൾക്ക് വിദ്യ പകർന്നു കൊടുത്ത, എത്രയോ ആളുകളെ വലിയ ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിയ, അവരൊക്കെ ഇരുന്ന ബെഞ്ചുകൾ, അവരൊക്കെ ഈ പഠിച്ച സ്കൂളാണ് നമ്മളൊക്കെ ഇന്ന് ഇരിക്കുന്ന കാരപ്പറ്റ KMLP സ്കൂൾ എന്ന് പറയുന്നത്. എന്നാലോചിച്ച് നോക്കണം, 1931 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ മുമ്പാണ്. സ്വാതന്ത്ര്യം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോൾ 1931 എന്ന് പറഞ്ഞാൽ 16 വർഷങ്ങൾക്ക് മുമ്പ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 16 വർഷം മുമ്പ് ഈ നാട്ടിലെ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് പഠിക്കാനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി അന്നത്തെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട കർഷക കുടുംബങ്ങളിൽ ഒരാളായ ശ്രീ കുപ്പു മെമ്മോറിയൽ, അദ്ദേഹത്തിന്റെ പേര് കുപ്പു മെമ്മോറിയൽ എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ആരംഭിച്ച ഈ വിദ്യാഭ്യാസം. നമ്മുടെയൊക്കെ അറിയപ്പെടുന്ന കറപ്പുണ്ണി മാഷാണ് ഇതിന്റെ സ്ഥാപകൻ. അതാണ് ടീച്ചർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരാണ് ഈ കുപ്പു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിൽ കറപ്പുണ്ണി മാഷ് സ്ഥാപിച്ച ഈ സ്കൂളാണ് ഇന്നൊരു 80-85 വയസ്സ് വരെ പ്രായമുള്ള ആളുകളെയൊക്കെ പരിശോധിച്ചാൽ അവരുടെയൊക്കെ ആദ്യ വിദ്യാലയമായി അവർ പരിഗണിക്കപ്പെടുന്നത്. നമുക്കറിയാം, സ്കൂളുകളിൽ പഠിച്ച ആളുകൾക്കൊക്കെ എല്ലാവരും, നമ്മളൊക്കെ പഠിച്ചവരാണ്. ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളും മറന്നുപോയാലും 1ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളോ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറെയോ 1ാം ക്ലാസ്സിൽ പഠിച്ച വരികളോ ഒന്നും നമ്മൾ ഇന്ന് വരെ മറന്നിട്ടുണ്ടാവില്ല, മറക്കാൻ നമുക്ക് കഴിയുകയുമില്ല. അതിൻ്റെ ഒരു കാരണം ഈ മാതാവിൻ്റെ പാല് പോലെ തന്നെ, അമ്മിഞ്ഞപ്പാല് പോലെ തന്നെ ഏറ്റവും സമൃദ്ധമാണ് ഈ ആദ്യാക്ഷരത്തിനെ കുറിച്ച് തന്ന ടീച്ചർമാരും. ഇവിടെ നമ്മുടെ മക്കളെ, കാരപ്പറ്റയിലെ നമ്മുടെ മക്കളെ അവരുടെ സ്വന്തം മക്കളായി കണ്ടു പരിഗണിക്കുന്ന ഒരു പറ്റം ടീച്ചർമാരും അവർ പരിപാലിക്കുന്ന കുട്ടികളും അവരുടെ ആഘോഷങ്ങളും ഒക്കെ ഈ നടക്കുന്ന വേദിയിൽ ഇങ്ങനെ 4 വാക്ക് സംസാരിക്കാൻ കഴിയുന്നു എന്ന് തന്നെ വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെ ക്ഷണിച്ച ടീച്ചർമാരോട് പ്രത്യേകം നന്ദി പറയുകയാണ്. അവരുടെ ഒരു കഠിനാധ്വാനം പറയാതെ വയ്യ.
കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ഇവരെ കാണുന്നുണ്ട്. ഈ ജംഗ്ഷനിൽ തന്നെ ഞാനും ഉള്ളത് കൊണ്ട് ഈ സ്കൂളിൽ നടക്കുന്ന പഠന കാര്യങ്ങൾ, ഇവിടെ നടക്കുന്ന പഠിപ്പിക്കൽ, ഈ കുട്ടികളുടെ കലാപരിപാടികളിലൊക്കെ നേരിട്ടല്ലെങ്കിലും സജീവമായി പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇവിടെയുള്ള ടീച്ചർമാരുടെ അവരുടെ ഒരു കുട്ടികളോടുള്ള ഒരു ആത്മാർത്ഥത, ആ മക്കളെ വലുതാക്കണമെന്നുള്ള അവരുടെ ഒരു ഔത്സുക്യം എത്ര അഭിനന്ദിച്ചാലും തീരില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പരിപാടി നടന്നിരുന്നു. ഇവിടുത്തെ കുട്ടികളുടെ അവരുടെ കലാവാസനകൾ, അവരുടെ കരകൗശല വസ്തുക്കളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു പഠനോത്സവം ഇവിടെ നടന്നിരുന്നു. അതിലും ഞാനായിരുന്നു ഉദ്ഘാടകൻ. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, സർക്കാർ ജോലിക്കാർക്കൊന്നും ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ആ പരിപാടിയിലും ഞാൻ തന്നെയായിരുന്നു ഉദ്ഘാടകൻ. അന്ന് സത്യം പറയാൻ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി. നമ്മുടെ കുട്ടികൾക്ക് ഇത്രയൊക്കെ കഴിവുകളുണ്ടോ, അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം വളരെ മനോഹരമായ നിരവധി കാര്യങ്ങൾ, നമ്മളൊക്കെ ഒരു കൗതുകത്തോടു കൂടി മാത്രം കാണേണ്ട നിരവധി കാഴ്ചകളായിരുന്നു ആ കുട്ടികളുടെ പ്രവർത്തികളായി ഇവിടെ ഈ ക്ലാസ് മുറികളിൽ ഒരുക്കിയിരുന്നത്. അത് ഒരു വീഡിയോ ആക്കി ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി എല്ലാവരും കാണണം. അതിന്റെ വീഡിയോ എല്ലാവർക്കും വേണമെങ്കിൽ ടീച്ചർമാരോട് ചോദിച്ചാൽ ഷെയർ ചെയ്ത് തരുകയും ചെയ്യും. നമ്മുടെ മക്കളുടെ കലാകൗശല വസ്തുക്കളല്ലേ, എല്ലാവരും കാണുന്നത് നല്ലതാണ്. പറഞ്ഞു വരുന്നത് 1931 ആരംഭിച്ച് 95 വർഷം പൂർത്തിയാക്കുന്ന ഈ സ്കൂളിൽ നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ മറ്റു പല സ്കൂളുകളെയും നമ്മുടെ പരിസരത്തുള്ള പല സ്കൂളുകളെയും വെച്ച് പരിശോധിച്ചാൽ കമ്പാരിറ്റീവ്ലി കുട്ടികൾ കുറവാണ്, സ്കൂളിന്റെ ശോചനീയാവസ്ഥയിലുമാണ്. അത് അവരുടെ മാത്രം കുഴപ്പം, സ്കൂളുകാരുടെ മാത്രം കുഴപ്പമല്ല. ചില സാങ്കേതികമായ ചില തകരാറുകൾ കൊണ്ട് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനോ അതല്ലെങ്കിൽ മറ്റു വലിയ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ ചില പരിമിതികളുണ്ട്. അതിലൊരു പ്രധാന പരിമിതി എന്ന് പറയുന്നത് ഈ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് തന്നെയാണ്. സ്കൂളിൽ കുട്ടികളുടെ എണ്ണം നിലവിൽ ടീച്ചർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 60 കുട്ടികളാണ് ഇപ്പോൾ ഈ 4 ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. നോക്കൂ, നമ്മുടെ കുട്ടികളൊക്കെ മറ്റു പല സ്കൂളുകളിലും പരിസരത്തുള്ള മറ്റു പല സ്കൂളുകളിലേക്കും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞയക്കുന്നുണ്ട്. അവിടെ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്നതിനുള്ള വാഹനത്തിന് ഫീസ് കൊടുക്കണം, അവർക്ക് വേണ്ട യൂണിഫോം വാങ്ങിക്കൊടുക്കണം, ബാഗ് വാങ്ങിക്കൊടുക്കണം, കുട വാങ്ങിക്കൊടുക്കണം, ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം, ടൂറ് പോകണമെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എന്ത് ചെയ്ത് കൊടുക്കണമെങ്കിലും ഒക്കെ പൈസ കൊടുക്കണമെന്നിരിക്കെ ഇതൊന്നും വേണ്ടാതെ നമ്മുടെ മുറ്റത്ത്, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കുട്ടികളെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അവരെ പഠിപ്പിച്ച് അവരുടെ വീട്ടിൽ തിരിച്ചെത്തിക്കാൻ വരെ കഴിയുന്ന അല്ലെങ്കിൽ അതിന് താല്പര്യപ്പെടുന്ന, അതിന് സന്നദ്ധരായിട്ടുള്ള ഒരു പറ്റം ടീച്ചർമാർ ഇവിടെ ഈ സ്കൂൾ നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂളിനെ അവഗണിക്കുന്നത്? ഞാനും സത്യം പറഞ്ഞാൽ ഈ ഒരു കൂട്ടത്തിൽപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇവിടുത്തെ കുട്ടികളുടെ പഠിപ്പിക്കുന്ന രീതി, ടീച്ചർമാരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള അവരോടുള്ള സഹകരണമൊക്കെ കണ്ടപ്പോഴാണ് എനിക്കും തെറ്റുപറ്റിപ്പോയി എന്ന് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഒരു കുട്ടിയെ കൂടി ഇനി കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. എങ്കിലും ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയോടെങ്കിലും പറയാനുള്ളത്, ദയവേത് നമ്മുടെ സർക്കാർ സ്കൂളുകളെ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ പരമാവധി പരിഗണിക്കണം, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ കുട്ടികളെ കഴിയുമെങ്കിൽ അത്തരം സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കണം. ഇതിലൂടെ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരത്തെയും നമ്മുടെ ഈ നാട്ടിലെ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കുക കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നതാണ് എനിക്ക് ഈ ഇത്തരണത്തിൽ ഉണർത്തിക്കാനുള്ളത്. നമുക്കറിയാം, ഈ കാരപ്പറ്റ KMLP സ്കൂള് 95 വർഷം പൂർത്തിയാവുമ്പോൾ ഇവിടെ പഠിച്ചിറങ്ങിയ ഓരോ കുട്ടികൾ, ഇപ്പോൾ നമ്മുടെ ഈ മൈക്കിൽ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുറേ ആളുകൾ നിന്ന് കേൾക്കുന്നുണ്ട്. ലോഡിങ്ങുകാരായിട്ടും കച്ചവടക്കാരായിട്ടും പലചരക്കാരായിട്ടും തട്ടുകടക്കാരായിട്ടും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ നിന്ന് കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ ഈ സ്കൂളിൽ പഠിച്ച ആളുകളാണ്. ഒരു 99% ആളുകളും ഈ സ്കൂളിൽ പഠിച്ചവരാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ കാര്യം കൂടി പറയണമെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ കാര്യം കൂടി പറയണത് എന്ന് വെച്ചാൽ ഈ സ്കൂളിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ കൂടി ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ കൂടി പരിഗണിക്കണം എന്ന് പറയുന്ന ഒരു വലിയ പറ്റം ആളുകൾ നിൽക്കുന്ന ഒരു ജംഗ്ഷനുണ്ട്. ആ ഒരു ജംഗ്ഷന്റെ ഒരു എന്താ പറയാ, ഒരു ആത്മാവാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത്. ഈ സ്കൂളിൽ നടക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു പരിപാടിയും അവരെ സംബന്ധിച്ചോളം സ്വന്തം വീട്ടിലെ പരിപാടികൾ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അവരൊക്കെ അതിനെ ഒരല്പം അകലെ നിന്നുകൊണ്ടാണ് ഈ കേൾക്കുകയും ആഹ്ലാദിക്കുകയും ആശീർവദിക്കുകയും നിങ്ങളുടെ ഒക്കെ ഒപ്പം ആ സന്തോഷങ്ങളിലും ഇത്തരം പരിപാടികളിലൊക്കെ പങ്കുചേരുകയും ചെയ്യുന്നത്. കാരപ്പറ്റ സ്കൂളിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഏത് വീട്ടിൽ പോയാലും ഏത് ആളുകളോട് പറഞ്ഞാലും ആരും ഒരു നോ പറയില്ല. അതിന് കാരണം ഒന്നുകിൽ അവരോ അല്ലെങ്കിൽ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഈ സ്കൂളിൽ പഠിച്ചു പോയതായിരിക്കും. പണ്ട് ഒരു 2022 കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുമ്പ് കാരപ്പറ്റയുടെ വേല നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്
ഞാൻ ഈ പ്രദേശത്തെ കുറെ വീടുകളിലൂടെ ഈ കാരപ്പറ്റ വേലയുടെ ചരിത്രം അന്വേഷിച്ചൊരു യാത്ര നടത്തിയിരുന്നു. വെറുതെ ഒരു കൗതുകത്തിന് ചെയ്തതാണ്. നമ്മുടെ ഈ പ്രദേശത്തുള്ള കുറച്ച് പ്രായമുള്ള ഒരു 80 വയസ്സിന് മേലെയുള്ള നിരവധി ആളുകളെ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ടു, സംസാരിച്ചു. അന്ന് ഇപ്പൊ അദ്ദേഹം ഇല്ല. കല്ലംകുളത്ത് നമ്മുടെ ചിന്നച്ചാമേനാടെന്നൊക്കെ പറയും. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് പൊന്നൻ എന്നാണ്. അവിടെ പോയി അദ്ദേഹത്തോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ഈ സ്കൂളിനെ കുറിച്ച് സംസാരിച്ചത്. ഈ സ്കൂളിന്റെ ആദ്യകാല സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു ശ്രീ ചിന്നച്ചാമേനാടൻ. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അന്ന് ഈ ബ്രാഹ്മണ മേധാവിത്വമൊക്കെ നിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ആ കാലത്ത് ശരിക്കും ഇന്നത്തെ പോലെ ദൈവം നിങ്ങൾ പറയുന്ന പോലുള്ള പേരുകളൊന്നും ഇടാൻ കഴിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പേരൊന്നും മക്കൾക്ക് ഇട്ടുകൊടുക്കാൻ കഴിയില്ല. ദൈവങ്ങളുടെ പേരെ രാമനെന്നോ കൃഷ്ണനെന്നോ ഗണപതി എന്നൊക്കെ പേരിട്ടാൽ അന്നത്തെ തമ്പുരാക്കന്മാരത് വിലക്കും. അപ്പൊ അങ്ങനെ വിലക്കണ കാലത്ത് നല്ലൊരു പേര് പോലും ഇടാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ പേര് പോലും അർഹതയില്ലാത്ത മക്കൾക്ക് അവർക്കൊരു അല്പം വിദ്യാഭ്യാസം ഉണ്ടാവണമെന്ന് കറപ്പുണ്ണി മാഷ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കറപ്പുണ്ണി മാഷിന്റെ ഒരു ദിഷണാശക്തിയുടെ ഭാഗമായിട്ടാണ് കാരപ്പറ്റയിൽ ഈ KMLP സ്കൂൾ ഉണ്ടായത്. അദ്ദേഹം വന്ന് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ, അദ്ദേഹം പറഞ്ഞു കൊടുത്ത വാക്കുകളിലൂടെ, അദ്ദേഹം പഠിപ്പിച്ച പാഠങ്ങളിലൂടെ ഈ നാട്ടിലെ കുറേ ആളുകൾ വിദ്യ അഭ്യസിച്ചു. അവരൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചേക്കേറി അവരുടെ മക്കൾ വലിയ ഉദ്യോഗസ്ഥങ്ങളിലെത്തി. അവരുടെ മക്കളുടെ മക്കളൊക്കെ ഇന്ന് UK യിലും US ലും ഒക്കെ വലിയ വലിയ ഉദ്യോഗങ്ങളിൽ ജീവിക്കുന്നു. ഒരു തലമുറയ്ക്ക് അപ്പുറത്തേക്ക് KMLP സ്കൂൾ പകർന്നു കൊടുത്ത വിദ്യയുടെ വെളിച്ചമാണ് അവരെയൊക്കെ നയിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ, ഓർക്കുമ്പോൾ നമ്മുടെ ഈ KMLP സ്കൂളിന്റെ വലിപ്പം ഒട്ടും ചെറുതല്ല, ആകാശത്തോളം വലുതാണ് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നത്. കാരപ്പറ്റ സ്കൂൾ എന്ന് പറഞ്ഞ് ചെറുതാക്കേണ്ടതില്ല ആരും. കാരപ്പറ്റ സ്കൂള് വലിപ്പം കൊണ്ട് ചെറുതായിരിക്കാം, പക്ഷെ അതിന്റെ പാരമ്പര്യം കൊണ്ടും ഇതിന്റെ പകിട്ട് കൊണ്ടും എല്ലാവരുടെയും മനസ്സിൽ വലുതാണ്. ആ ഒരു വലുപ്പം നിലവിൽ ഒട്ടും കുറവല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇനി വരും കാലങ്ങളിലും ഈ KMLP സ്കൂളിന്റെ, കാരപ്പറ്റ സ്കൂളിന്റെ ഈ ഒരു പ്രൗഢിയും പകിട്ടും ഒക്കെ ഈ ലോകത്തിന്റെ മുമ്പിലേക്ക് വലിയ തോതിലെത്തിക്കാൻ നമ്മുടെ ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞുമക്കൾക്കും അവരെ നിയന്ത്രിക്കുന്ന നമ്മുടെ അച്ഛനമ്മമാർക്കും അവരെ നയിക്കുന്ന ടീച്ചർമാർക്കും അവർ പകർന്നു കൊടുക്കുന്ന വിദ്യയ്ക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇത് കലാപരിപാടിയുടെ വേദിയാണ്. വലിയൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കാരപ്പറ്റയിലെ കാരപ്പറ്റ സ്കൂൾ ഇവിടെ ഉണ്ടാവും, കാരപ്പറ്റയും ഇവിടെ ഉണ്ടാവും. നമ്മുടെ മക്കളൊക്കെ വലിയ കാര്യങ്ങളിൽ, വലിയ സ്ഥലങ്ങളിലേക്ക് എത്തി തിരിച്ചു വരുമ്പോൾ അവർക്കും ഓർക്കാൻ ഇനി ഒരു പക്ഷേ 10-25 കൊല്ലം കഴിയുമ്പോൾ ഇതുപോലൊരു വേദിയിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ നമ്മുടെ ഈ മക്കളിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്നത് തന്നെയാണ് കാരപ്പറ്റ സ്കൂൾ പകർന്നു കൊടുക്കുന്ന ഒരു സന്ദേശം. സ്കൂളുകൾ ഒരിക്കലും മരിക്കുന്നില്ല, മരിക്കാതിരിക്കട്ടെ. അവരെ ഈ സ്കൂളിനെ ഇങ്ങനെ നിലനിർത്താൻ നമ്മുടെ കുട്ടികളെയൊക്കെ പറ്റുമെങ്കിൽ കഴിയാവുന്ന ആളുകളുടെ മക്കളെ എല്ലാവരും ഇവിടെ കൊണ്ട് ചേർത്തണം. അവർക്ക് ചില സൗകര്യക്കുറവുകളുണ്ടാവാം. ആ സൗകര്യക്കുറവുകളെയൊക്കെ അതിനെയൊക്കെ മറികടന്ന് അവരെ പഠിപ്പിക്കാനും അവരെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും സർക്കാരിന്റെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന SSAയുടെ ഭാഗമായ ടീച്ചർമാർ, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർമാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, അതുപോലെ തന്നെ അവരുടെ ആയമാര്, നല്ല ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ KMLP സ്കൂൾ ഇന്നും എന്നും സജ്ജമായിരിക്കും. അപ്പോൾ നമ്മുടെ അയൽവാസികളായിട്ടുള്ള ആളുകൾ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, നമ്മളെ കേൾക്കുന്ന ആളുകളൊക്കെ ഒരിക്കൽ കൂടി അവരോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. കാരപ്പറ്റ സ്കൂളിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെറും 58 കുട്ടികളാണ്. ഒരു 70 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്കൂളിന്റെ സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത് ഒരു വെൽ ബെറ്റർ എന്ന് പറയുക. ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ നല്ല സ്കൂളായി അത്യാവശ്യം കുറച്ചുകൂടി സൗകര്യങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഒരു 100 കുട്ടികളെങ്കിലും സ്കൂളിലേക്ക് പഠിക്കാൻ അടുത്ത അധ്യയന വർഷത്തിൽ ഉണ്ടാവട്ടെ. അതിനുവേണ്ട സൗകര്യങ്ങളുമായി അല്ലെങ്കിൽ അതിന്റെ അപേക്ഷയുമായി നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ ഒരു നോ പറയാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ, നിങ്ങളുടെ മക്കളെ ഇവിടെ തന്നെ പ്രീ പ്രൈമറിയിൽ ചേർക്കാനും പ്രൈമറിയിൽ എത്തിക്കാനും അവരെ വലിയ ഉയരങ്ങളിലേക്ക്, വലിയ സ്കൂളുകളിലേക്ക് നയിക്കാനും ഒക്കെ ഇവിടുത്തെ ടീച്ചർമാർക്ക് കഴിയും. ആ ഒരു പ്രതീക്ഷയോടെ, ആത്മാർത്ഥത്തോടെ, ആത്മവിശ്വാസത്തോടു കൂടി ഇന്നത്തെ ഈ അധ്യക്ഷ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിന്റെ ഉദ്ഘാടന പ്രസംഗമാണ്. അതിനുവേണ്ടി ഡോക്ടർ കസ്തൂർബ ഇബ്രാഹിം, അവരെ കുറിച്ചുകൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ തോലന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ സാധാരണ സ്കൂളിൽ പഠിച്ച് വലിയ നിലയിലെത്തി ഡോക്ടറേറ്റ് കഴിഞ്ഞ് MBBS കഴിഞ്ഞ് നമ്മുടെ നാട്ടിലെ ആളുകളെ ചികിത്സിക്കാൻ അവർ കല്യാണം കഴിച്ചു വന്ന് കാരപ്പറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് കാരപ്പറ്റ തന്നെ ക്ലിനിക്ക് തുടങ്ങിയത്. നമ്മുടെ മുമ്പിൽ തന്നെ പ്രീമിയർ ക്ലിനിക് എന്ന പേരിൽ മികച്ച, അതായത് ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങളോട് കൂടിയ ഒരു മിനി ക്ലിനിക്കിന്റെ പതിപ്പാണ് കാരപ്പറ്റയിലുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ചികിത്സയ്ക്ക് ഏത് സമയത്തും വിളിച്ചാൽ, ഇവിടെ ഇല്ലെങ്കിൽ പോലും അവർ വീട്ടിൽ വന്ന് ചികിത്സിക്കാൻ തയ്യാറാണ്. അത്ര എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ക്ലിനിക്ക് നമ്മുടെ പുതുക്കോട് കാരപ്പറ്റയിൽ പ്രീമിയർ ക്ലിനിക് എന്ന പേരിൽ നടക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഡോക്ടറാണ്. അവർ നിരവധി ആശുപത്രികളിലും പ്രീ
ക്ലിനിക്കുകളിൽ ഇതിനു മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അവർക്ക് നല്ല ഒരുപാട് പേരെടുത്ത ഒരു ഡോക്ടർ കൂടിയാണ്. അവരാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളുടെ ഒരു പുണ്യം തന്നെ വേണം അതിനെ കരുതാനായിട്ട്. എന്തായാലും ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഡോക്ടർ കസ്തൂർബയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.